പക്ഷെ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ അവനൊരു തിന്മ ചെയ്തു വിചാരിക്കുക. ആ തിന്മ ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ചുറ്റുള്ള ആളുകളൊക്കെ നോക്കും, ആളുകൾ കുറെ പാപം ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ കുറെ പാപത്തിൽ മുഴുകുന്നുണ്ട്, അതുകൊണ്ട് ഇന്റെ പാപം നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പിന്നെ അള്ളാഹിന്റെ റഹ്മത്തിലും അള്ളാഹിന്റെ മഗ്ഫിറത്തിലും അമാനി വ്യാമോഹം വെച്ചിട്ട് അവൻ ജീവിക്കും. അള്ളാഹു പുറത്തായിരുന്നു, അള്ളാഹു നിസ്സാരമാ, ഇതൊക്കെ വിട്ടുതരുന്നുള്ള രീതിയിൽ അവൻ തിന്മകളിൽ മുഴുകുകയും ചെയ്യും. നിഫാഖിന് സഹോദരങ്ങളെ നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതാണ്. ഇബ്നു അബി മുലൈക്ക 30ഓളം സഹാബാക്കളെ കണ്ടിട്ട് അദ്ദേഹം പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ 30 സഹാബാക്കളെ കണ്ടിട്ടുണ്ട്, അവരൊക്കെ നിഫാഖിനെ ഭയപ്പെടുന്നതായിട്ട്, അവരെല്ലാം നിഫാഖിനെ ഭയപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ നിഫാഖിനെ കുറിച്ചുള്ള ഭയം നമുക്കില്ല എങ്കിൽ അത് പേടിക്കണം. ഒരു മുഅ്മിൻ മാത്രമാണ് നിഫാഖിനെ കുറിച്ച് ഭയപ്പെടുകയുള്ളൂ. നിഫാഖിനെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ട സഹോദരങ്ങളെ നാം വളരെയധികം ഭയപ്പെടേണ്ട കാര്യമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. സത്യവിശ്വാസികളെ, നാം കഴിഞ്ഞ കുറച്ച് ദർസുകളിലായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ആദാബുൽ ഹസനുൽ ബസരി സുഹുദുഹു വ മവാഇദുഹു ഇബ്നുൽ ജൗസി റഹ്മഹുള്ളയുടെ കിതാബാണ്. ഹസനുൽ ബസരി റഹ്മഹുള്ളയുടെ അസറുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. അതിന്റെ ബാക്കിയാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഫസ്ലിൽ ചില അസറുകൾ നമ്മൾ വായിച്ചിരുന്നു. അതിന്റെ ബാക്കി വകാന യഖൂൽ, ഹസനുൽ ബസരി റഹ്മഹുള്ള പറയുമായിരുന്നു, റുവിയ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അഹ്ലുൽ മഅറൂഫി ഫിദ്ദുനിയ ഹും അഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ദുനിയാവിൽ ആരാണോ നന്മകൾ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നവർ, അവർ തന്നെയായിരിക്കും നാളെ പരലോകത്തും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ എന്ന് അൽബാനി സഹീഹാക്കിയിട്ടുള്ള പല കിതാബുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ്. അദ്ദേഹം ആ ഹദീസിനെ വിശദീകരിക്കാൻ വദാലിക അന്നല്ലാഹു അസ്സ വജല്ല ഗഫറ ലഹും ദുനൂബഹും, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തതിനാൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ബിമാ അസ്ദൗഹു മിനൽ മഅറൂഫി ഇലാ ഖൽഖിഹി ഫി ദാരിദ് ദുനിയ സുമ്മ യഖൂലു ലഹും യൗമൽ ഖിയാമ, അങ്ങനെ യൗമുൽ ഖിയാമയിൽ അവരോട് പറയും, ഹബു ഹസനാതികും ലിമൻ ശിഅ്തും, നിങ്ങളുടെ നന്മകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു സമ്മാനമായിട്ട് നിങ്ങൾ നൽകിക്കൊള്ളുക. ഫഖദ് ഗഫർതു ലക്കും സയ്യിആതികും, നിങ്ങളുടെ തിന്മകളെല്ലാം ഞാൻ പുറത്തു തന്നിട്ടുണ്ട്. ഫയഹബൂന ഹസനാതിഹിം, അങ്ങനെ അവരുടെ നന്മകൾ അവർ നൽകും. ഫയകൂനൂന അഹ്ല മഅറൂഫിൻ ഫിൽ ആഖിറ കമാ കാനൂ ഫിദ് ദുനിയ, ദുനിയാവിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തതുപോലെ തന്നെ പരലോകത്തും മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന ആളുകളായിട്ട് അവർ മാറും എന്ന് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ച് പറയാറുണ്ടായിരുന്നു. അപ്പൊ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവർക്ക് നാളെ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ സ്ഥാനവും പദവിയും നൽകും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സൃഷ്ടികൾ, നമ്മുടെ എല്ലാവരും, നമ്മുടെ മാതാപിതാക്കളും കുടുംബവും അയൽവാസിയും മക്കളും അങ്ങനെ തുടങ്ങിയ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും നന്മ ചെയ്യുക എന്നുള്ളത് പരലോകത്ത് മഹത്തായ സ്ഥാനം കിട്ടാനുള്ള കാര്യമാണ്. വസുഇല അയ്യുൽ അഖ്ലാഖി അഫ്ളൽ, ഒരിക്കൽ ഹസനുൽ ബസരി റഹിമഹുള്ളാഹയോട് ചോദിക്കപ്പെട്ടു, ഏത് സ്വഭാവമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ജൂദു വസ്സിദ്ഖു, ജൂദ് എന്ന് പറഞ്ഞാൽ ഔദാര്യം കാണിക്കുക, ആളുകൾക്ക് നൽകുന്നതിലും മറ്റു രീതിയിലെല്ലാം ധാരാളം ഔദാര്യം കാണിക്കലും, അസ്സിദ്ഖ് സത്യസന്ധത കാണിക്കലുമാണ് ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ സ്വഭാവമെന്ന് അദ്ദേഹം പറയാറുണ്ട്. നമുക്കറിയാം, ഒരു മുസ്ലിമിൽ നിന്ന് മറ്റൊരാൾക്കൊരു ഉപകാരം ഉണ്ടാവുക, മറ്റു മുസ്ലിമുകൾക്ക് ഉപകാരം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു തആലയ്ക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ അടിമകളെ സ്വന്തം അള്ളാഹു നൽകിയ കാര്യങ്ങളിൽ നിന്ന് സഹായിക്കുക എന്നത്, അപ്പൊ അത് മഹത്തായ സ്വഭാവമാണ്. അതുപോലെ തന്നെ സിദ്ഖ് യഹ്ദി ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ഒരു കാര്യമാണ് സത്യസന്ധരാവുക എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് സ്വഭാവമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അദ്റക്തു ഖൗമൻ മാ കാന അഹദുഹും ബിദീനാരിഹി വലാ ബിദിർഹമിഹി അഹഖ ബിഹി മിൻ അഖീഹി അൽ മുസ്ലിം. ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ അടുക്കൽ മറ്റൊരാൾ, അവൻ സമ്പത്തോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒക്കെ സമ്പത്തുള്ളവനാണ്,
പക്ഷേ തന്റെ ഒരു ദുർബലനായ മുസ്ലിമായ സഹോദരനേക്കാൾ സ്ഥാനമൊന്നും ആ സമ്പത്തുള്ള ആൾക്ക് അവർ കൊടുത്തിട്ടില്ല. സ്വഹാബാക്കളെ പറ്റിയാണ് പറയുന്നത്. അതായത് അവർ സമ്പത്തോ മറ്റെന്തെങ്കിലും അധികാരമോ ഉള്ള ഒരാൾക്ക് ഒരു മുസ്ലിമായ സാധാരണക്കാരനായ ഒരു മനുഷ്യനേക്കാൾ സ്ഥാനമൊന്നും അവർ നൽകിയിട്ടില്ല. അങ്ങനത്തെ ഒരു കൂട്ടത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാണ്. ഫമാബാലുക്കും, നിങ്ങളുടെ അവസ്ഥ എന്താണ്? മഅശറന്നാസ്, ഏ ജനങ്ങളെ, തഹ്മിലൂന അലാ മാ ബിഹി തുആഖദൂൻ വഅലൈഹി തുഹാസബൂൻ, നിങ്ങൾ പിടിക്കപ്പെടുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ വിചാരണ ചെയ്യപ്പെടുന്ന സമ്പത്തിന്റെ പിന്നാലെയാണല്ലോ നിങ്ങൾ പോകുന്നത്. സമ്പത്തിന്റെ പേരിലാണല്ലോ ആളുകൾക്ക് നിങ്ങൾ സ്ഥാനവും ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിമായ സഹോദരനൊരു വിലയുണ്ട്, ഒരു സ്ഥാനമുണ്ട്. അപ്പൊ അത് വേറൊരാൾക്ക് സമ്പത്തുള്ളതിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അധികാരമുള്ളതിന്റെ പേരിൽ ഈ മുസ്ലിമായ സഹോദരനേക്കാൾ പരിഗണന മറ്റൊരാൾക്ക് നൽകുന്ന അവസ്ഥ ഒരു മുസ്ലിമിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ശരിക്കും നഷ്ടക്കാരനാണ്. കാരണം സമ്പത്ത് എന്ന് പറഞ്ഞ കാര്യം എന്താണ്? അത് പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന കാര്യമാണ്. എന്നാൽ മുസ്ലിമായ സഹോദരനോട് കാണിക്കുന്ന ഔദാര്യവും സ്നേഹവും എല്ലാം എന്താണ്? പരലോകത്ത് ഉപകരിക്കുന്ന കാര്യവുമാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. وكان يقول إنه لا دين لمن لا مروءة له. ഒരാൾക്ക് അദ്ദേഹം പറയുമായിരുന്നു, ഒരാൾക്ക് ദീനില്ല, ഒരുത്തന് അവന്റെ നല്ലൊരു സംസ്കാരമില്ലാത്തവന്. മുറുഅത്ത് എന്ന് പറഞ്ഞാൽ പുരുഷത്വം അല്ലെങ്കിൽ നല്ലൊരു സംസ്കാരം എന്നെല്ലാം പറയാം. അങ്ങനെ ഒരു കാര്യമില്ലാത്തവന് ദീനില്ല. അപ്പൊ ഒരാളുടെ ദീന് ഉണ്ട് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരവും ഒരു സ്വഭാവ ഗുണങ്ങളും അവനുണ്ടാകും. മറ്റുള്ള സാധാരണക്കാരായ ആളുകളെ പോലെ ആവില്ല. അവനൊരു സംസ്കാരം ഉണ്ടാവും, ദീന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാവും. അതുള്ളവനാണ് യഥാർത്ഥത്തിൽ ദീനുള്ളവൻ എന്ന് അദ്ദേഹം പറയാറുണ്ട്. وكان يقول ليس حسن الجوار كف الأذى وإنما حسن الجوار احتمال الأذى. നല്ലൊരു അയൽവാസി, അയൽപക്ക ബന്ധം എന്ന് പറയുന്നത് ഉപദ്രവങ്ങൾ തടയുന്നതല്ല. ശരിക്കും നല്ലൊരു അയൽപക്കം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ ഒരു ഉപദ്രവം ഏറ്റെടുക്കുന്നവനാണ്. അതായത് അയൽവാസികൾ എന്ന് പറഞ്ഞാൽ ഉപദ്രവം തടയണം, പക്ഷെ അവിടെ മാത്രം നിൽക്കുന്നതല്ല. തന്റെ അയൽവാസിക്കുള്ള ബുദ്ധിമുട്ട് എന്താണോ അത് പരിഹരിച്ചു കൊടുക്കാൻ അത് ഏറ്റെടുക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരാളാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അയൽപക്കം ബന്ധം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഈ ബാബിൽ അധികവും സ്വഭാവവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അയൽവാസികളെ ഉപദ്രവിക്കുക എന്നുള്ളത് കുറ്റമാണ്, വളരെ ഗൗരവമേറിയ പാപമാണ്. എന്നാൽ ഒരു ഉത്തമനായ അയൽവാസി എന്ന് പറഞ്ഞാൽ തന്റെ അയൽവാസിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ കൂടിയാണ്. ഉപദ്രവിക്കാതിരിക്കുന്നവൻ മാത്രമല്ല, അയൽവാസിയുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നവൻ കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, തന്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അയൽവാസിക്ക് വേണ്ടി തന്റെ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണെങ്കിലും അയൽവാസിക്ക് നൽകണം. അത് അയൽവാസിയോട് കാണിക്കുന്ന ഇഹ്സാനാണ്. എന്നാൽ അവന് എന്ത് ബുദ്ധിമുട്ടുണ്ടായാൽ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരാളാവരുത് ഒരു മുസ്ലിം. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ തന്നെ കൊണ്ട് എന്താണോ സാധിക്കുക അതവൻ ചെയ്യണം. وكان يقول أربع من كن فيه عصمه الله عز وجل من الشيطان. 4 കാര്യങ്ങൾ ആരിലാണോ ഉള്ളത് അവനെ പിശാചിൽ നിന്ന്, ശൈത്താനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതാണ്. വആഫാഹു മിനൻ നാർ, നരകത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ്. മൻ മലക നഫ്സഹു ഇൻദ റഹ്ബതി വറഗ്ബതി വൽഹിദ്ദതി വശഹവതി. ആരാണോ സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കുന്നത്, അവൻ അതിയായ ഭയമുള്ള സമയത്തും അതുപോലെ തന്നെ അതിയായ പ്രതീക്ഷ ആഗ്രഹമുള്ള സമയത്തും അവൻ ധാരാളമായി കോപിക്കുന്ന സമയത്തും അവന്റെ ശഹവത്ത് അധികരിക്കുന്ന സമയത്തും. 4 സന്ദർഭങ്ങൾ: അതിയായി ഭയപ്പെടുന്ന സന്ദർഭം, അതിയായി എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്ന സന്ദർഭം, അതുപോലെ തന്നെ കോപിക്കുന്ന സന്ദർഭം, ശഹവത്തുകൾ അധികരിക്കുന്ന സന്ദർഭം. ഈ സന്ദർഭത്തിൽ നഫ്സിനെ ആരാണോ നിയന്ത്രിക്കുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിൽ നിന്ന് സംരക്ഷണമേകുന്നതാണ്, അത് മുഖേന നരകത്തിൽ നിന്നും സംരക്ഷണമേകുന്നതാണ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഇത് അറിയപ്പെട്ടൊരു കാര്യമാണ്. ഒരു പിശാചിന് മനുഷ്യന്റെ മേലെ ഏറ്റവും അധികാരം ചെലുത്താൻ പറ്റുന്ന കാര്യമാണ് അവന്റെ വൈകാരികമായ തലങ്ങൾ തെറ്റുമ്പോൾ. അവൻ അമിതമായി കോപിക്കുമ്പോഴും അവന്റെ ശഹവത്തുകൾ അധികരിക്കുമ്പോഴും അതിയായ ആഗ്രഹം ഉണ്ടാവുമ്പോഴും അതിയായ ഭയം ഉണ്ടാവുമ്പോൾ എല്ലാം പിശാചിന് അവന്റെ മേലെ അധികാരം ചെലുത്താൻ പറ്റും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കോപം വരുമ്പോൾ എന്ത് പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിആദ, പിശാചിൽ നിന്ന് രക്ഷ തേടണം, അല്ലെങ്കിൽ വുദു എടുക്കണം, നിസ്കരിക്കണം, നിൽക്കുന്നവൻ ഇരിക്കണം, ഇരിക്കുന്നവൻ കിടക്കുന്നവൻ സംസാരിക്കാൻ പാടില്ല. ഇത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വരുന്ന ഉപദ്രവങ്ങൾ തടയാനാണ്. ഇതേപോലെ തന്നെ ശഹവത്ത് കൂടിയാലും ചെയ്യേണ്ടത്.
അവൻ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. കാരണം പിശാജ് ഏറ്റവും അധികം അവന്റെ മേലെ സ്വാധീനം ചെലുത്തുന്ന, പിശാജ് അവന്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കവാടങ്ങളാണ് ഈ 4 കാര്യങ്ങൾ. ഈ സമയത്ത് നഫ്സിലെ സ്വബറോടുകൂടി പിടിച്ചു നിർത്താൻ സാധിച്ചാൽ പിശാജിൽ നിന്ന് അവന് രക്ഷ ലഭിക്കും. അതുപോലെ തന്നെ വലിയ തിന്മയിലേക്ക് അകപ്പെടാതെ നാളെ നരക ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ അവന് സാധിക്കും. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അൽ ഇൽമു ഖൈറു തുറാസിൻ, ഇൽമ് എന്നുള്ളതാണ് ഏറ്റവും നല്ല അനന്തര സ്വത്ത്. നമുക്കറിയാം വറസത്തുൽ അംബിയ ഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, അംബിയാക്കൾ എന്ത് ബാക്കി വെച്ചിട്ടില്ല? ദീനാറോ ദിർഹമോ അവരിൽ നിന്ന് അനന്തരം എടുക്കൂല. അവർ ബാക്കി വെച്ച അനന്തര സ്വത്ത് എന്താണ്? ഇൽമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിൽ അങ്ങാടിയിലെത്തി. എന്നിട്ട് പറഞ്ഞു, അതാ മസ്ജിദിൽ റസൂലുള്ളാഹിന്റെ സ്വത്ത് വീതിച്ചു കൊടുക്കുന്നുണ്ട്. ആളുകളെല്ലാം ഓടിപ്പോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ നിന്നു. ആളുകൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അവിടെ ഒന്നും വീതിക്കുന്നില്ലല്ലോ. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ഒന്നും കണ്ടില്ല അവിടെ? പറഞ്ഞു, അവിടെ ഇൽമിന്റെ ഹൽക്കകളുണ്ട്, ദിക്റിന്റെ ഹൽക്കകളുണ്ട്, ഖുർആനിന്റെ ഹൽക്കകളുണ്ട് എന്ന് പറഞ്ഞു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ സ്വത്ത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇൽമ് എന്ന് പറഞ്ഞതാണ് ഏറ്റവും ഉത്തമമായ അനന്തര സ്വത്ത്. അത് നേടുക എന്നുള്ളത് മറ്റേറ്റവും വലിയ സമ്പന്നനേക്കാളും മറ്റെന്തിനേക്കാളും ഒരുത്തനെ ഉന്നതനാക്കുന്ന കാര്യമാണ്. വൽ അദബു അസ്യനു ഖദീനിൻ, അദബ് നല്ല മര്യാദകൾ, നല്ല പെരുമാറ്റങ്ങൾ എന്നുള്ളത് ഏറ്റവും ഉത്തമനായ കൂട്ടുകാരനാണ്. ഉത്തമനായ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അദബ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു മുസ്ലിം പ്രത്യേകിച്ച് സഹോദരങ്ങളെ നല്ല അദബുകളുള്ളവനായിരിക്കണം. ഒരിക്കലും മറ്റുള്ള ആളുകളെ പോലെയല്ല. അവന് നല്ല അദബുകൾ, ഇസ്ലാമിന്റെ എത്ര അദബുകളാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അദബുകൾ മാത്രം ക്രോഡീകരിച്ചിട്ടുള്ള കിതാബുകളുണ്ട്. ചെറിയ വിഷയങ്ങളിൽ പോലും ഇസ്ലാമിന് അദബുകളുണ്ട്. സംസാരിക്കുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, ബാത്റൂമിൽ പോകുമ്പോഴും, കിടന്നുറങ്ങുമ്പോഴും, അതുപോലെ എല്ലാ വിഷയങ്ങളിലും മര്യാദകൾ പഠിപ്പിക്കപ്പെട്ട ദീനാണ്. അപ്പൊ നല്ല അദബുണ്ടാവുക എന്നത് ഏറ്റവും ഉത്തമനായ കൂട്ടുകാരനാണ്. വത്തഖ്വ ഖൈറു സാദിൻ, തഖ്വ എന്നുള്ളത് ഏറ്റവും ഉത്തമമായ വിഭവമാണ്. പരലോകത്തേക്കുള്ള ഏറ്റവും ഉത്തമമായ വിഭവം തഖ്വയാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, തസവ്വദു ഫഇന്ന ഖൈറസ് സാദി തഖ്വ, നിങ്ങൾ പരലോകത്തേക്കുള്ള വിഭവം ഒരുക്കുക, ഏറ്റവും നല്ല വിഭവം തഖ്വയാണ്. വൽ ഇബാദത്തു അർബഹു ബിളാഅ, ഇബാദത്താണ് ഏറ്റവും ലാഭം തരുന്ന ചരക്ക് എന്ന് പറയുന്നത്. ഏറ്റവും ലാഭം തരുന്ന ചരക്ക് എന്ന് പറയുന്നത് ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യലാണ്. അത് നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നേടിത്തരുന്ന നമ്മുടെ ജീവിത ലക്ഷ്യമാണ്. അതാണ് ഏറ്റവും ലാഭം തരുന്ന ചരക്ക്. വൽ അഖ്ലു ഖൈറു വാഫിദിൻ, ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും നല്ല വഫ്ദാണ്. ഒരു വഫ്ദ് സാധാരണ ഒരു നിവേദക സംഘം എന്നെല്ലാം പറയും. അഥവാ ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത്. ഒരു കാര്യം ചെയ്യുമ്പോൾ എടുത്തു ചാടി വൈകാരികമായിട്ടോ ആവേശപ്പുറത്തോ ചെയ്യാതെ ഒരു കാര്യം ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അതിൽ നന്മ എന്താണ് തിന്മ എന്താണെന്ന് ബോധ്യപ്പെട്ട് ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ല മുതൽക്കൂട്ടാണ്. വഹസ്നുൽ ഖുൽഖി ഖൈറു ഖരീനിൻ, ഏറ്റവും നല്ല സ്വഭാവം എന്നുള്ളത് ഏറ്റവും ഉത്തമനായ ഖരീനാണ്, ഒപ്പം ഉണ്ടാകുന്ന അടുത്തുണ്ടാകുന്ന കാര്യമാണ്. വൽ ഹിൽമു ഖൈറു വസീരിൻ, ഹിൽമ് എന്ന് പറഞ്ഞാൽ സഹനശീലം. ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കുറച്ച് ആലോചിച്ചും ചിന്തിച്ചിട്ടുമെല്ലാം സഹനശീലത്തോടു കൂടി ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്, അത് ഖൈറു വസീരിൻ. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി എന്നുള്ള പോലെ തനിക്ക് താഴെയുള്ള ഏറ്റവും അടുത്ത വ്യക്തി. അപ്പൊ ആ രീതിയിലുള്ളതാണ്. വൽ ഖനാഅതു അഫ്ളലു ഗിനൻ, ഖനാഅത്ത് ഉള്ളത് കൊണ്ട് അള്ളാഹു എന്താണോ നൽകുന്നത് അതിൽ തൃപ്തിപ്പെടുക, അതാണ് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ. എന്താണോ അള്ളാഹു നൽകുന്നത് അതിൽ തൃപ്തിപ്പെടുക. അങ്ങനെ തൃപ്തിപ്പെടുക എന്നുള്ളത് അഫ്ളലു ഗിനൻ, ഏറ്റവും വലിയ സമ്പന്നതയും ഏറ്റവും വലിയ ഐശ്വര്യവും എന്നുള്ളത് ഖനാഅത്താണ്. ഖനാഅത്തുള്ളവനാണ് ഗനി. ഇപ്പൊ ഒരുത്തന് ഒരുപാട് സമ്പാദ്യമുണ്ട്, അവന് ഖനാഅത്തില്ല, അവനുള്ളത് കൊണ്ട് മതിയാവുന്നില്ല എങ്കിൽ അവൻ ഫഖീറാണ്, ദരിദ്രനാണ്, അവനൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവൻ എല്ലാ കാലത്തും ഖനിയായിരിക്കും. വത്തൗഫീഖു ഖൈറു മുഈനിൻ, തൗഫീഖ് ഉണ്ടാവുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ ചെയ്യാനും തിന്മകൾ ഒഴിവാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല മശീഅത്തും നമ്മുടെ നന്മ ചെയ്യാനുള്ള ഉദ്ദേശവും ഒരുപോലെയായിട്ട് വരിക, അതാണ് തൗഫീഖ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുമോ? ഒരു തിന്മയെന്ന് ഒഴിവാകാൻ നമ്മൾ ആഗ്രഹിച്ചു, അതുകൊണ്ട് മാത്രം നടക്കും? ഇല്ല, അള്ളാഹു തആല ഉദ്ദേശിക്കാതെ ഒന്നും നടക്കില്ല. അപ്പൊ നമ്മൾ നന്മ ചെയ്യാനോ തിന്മ ഒഴിവാക്കാനോ ആഗ്രഹിക്കുകയും ഇച്ഛിക്കുകയും അതുപോലെ തന്നെ അള്ളാഹു ഇച്ഛിക്കുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അത് സംഭവിക്കും. അതാണ് തൗഫീഖ് എന്ന് പറഞ്ഞാൽ.
അള്ളാഹു തആല ആ തൗഫീഖ് നൽകിയാലാണ് ഒരാൾക്ക് നന്മ ചെയ്യാനോ തിന്മ ഒഴിവാക്കാനോ ഒക്കെ സാധിക്കുക. അങ്ങനെ തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് ഉത്തമമായിട്ടുള്ള സഹായിയാണ്. വദിക്റുൽ മൗതി ഔ അദ്വാഇലിൻ, മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമനായ ഉപദേശകൻ എന്നുള്ളത്. കഫാബിൽ മൗതി വഅദ, മരണം മതിയായവനാണ് ഒരുത്തൻ ഉപദേശകനായിട്ട്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ നിരർത്ഥകതയും ജീവിത ലക്ഷ്യവും ഓർമ്മപ്പെടുത്തുന്ന, ഏറ്റവും നമ്മെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തുന്ന കാര്യമാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാവിധ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ അതിയായി ഓർക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ ഏറ്റവും നന്മകളായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഉപമ വെച്ച് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു എന്ന് മാത്രം. فكان يقول لا تكن ممن يجمع علم العلماء وحكم الحكماء ويجري في الحق مجرى السفهاء. നീ എന്താവരുത്, ഉലമാക്കളുടെ ഇൽമും ഹുക്കമാക്കളുടെ ഹിക്മത്തും അഥവാ നല്ല യുക്തിചിന്തകന്മാരായിട്ടുള്ള ആളുകളുടെ നിന്നുള്ള നല്ല രീതിയിലുള്ള ചിന്തകളും അതുപോലെ ഇൽമും എല്ലാം ലഭിച്ചിട്ട് ഹക്ക് വരുമ്പോൾ വിഡ്ഢികൾ ഹക്കിനെ കാണുന്നത് പോലെ കാണുന്ന ആളുകളായിട്ട് ഈ മാറരുത് എന്ന് അദ്ദേഹം ഉപദേശിക്കാറുണ്ട്. ഇൽമു നേടുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഇൽമു നേടുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട മാനസികാവസ്ഥ എന്താണ്? ഹക്ക് കണ്ടാൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കണം. ഹക്ക് കണ്ടിട്ട് പിന്നെ അതിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളായി മാറിയാൽ ആ ഇൽമു ഒരു ഉപകാരം നമുക്ക് ചെയ്യാൻ പോകുന്നില്ല. ആ ഇൽമു നമുക്ക് എതിരാവുക മാത്രമാണ് ചെയ്യുക. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, അർബഉൻ മൻ കുന്ന ഫീഹി അദ്ഖലഹു അല്ലാഹുൽ ജന്ന, 4 കാര്യങ്ങൾ അത് ആരിലാണോ ഉള്ളത് അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. വനശറ അലൈഹി അർറഹ്മ, അവന്റെ മേലെ കാരുണ്യം ചൊരിയുന്നതാണ്. വ്യത്യസ്ത ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ചു പറയുന്നു എന്ന് മാത്രം. മൻ ബർറ വാലിദൈഹി, ആരാണോ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നത്. വറഫഖ ബിമംലൂകിഹി, അവന്റെ കീഴിലുള്ള അവന്റെ അടിമകൾക്ക് അവനെ അധികാരപ്പെടുത്തിയിട്ട് ആളുകളോട് റിഫ്ഖ് കാണിക്കുന്നത്, ഒരു കൃപ കാണിക്കുന്നത്. വകഫലൽ യതീം, യതീമിനെ ഏറ്റെടുക്കുന്നത്, യതീമിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. വആന ദഈഫ്, ദുർബലരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നത്. ഈ 4 ഗുണങ്ങളുണ്ടോ അവന് സ്വർഗപ്രവേശനം ഉണ്ടാകും. ഇത് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുള്ള ആശയങ്ങളെ, ഈ 4 കാര്യങ്ങളുടെ മഹത്വം ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് ക്രോഡീകരിച്ചു പറഞ്ഞു എന്ന് മാത്രം. ഒന്നാമത്തെ എന്താണ്? മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന് ശേഷം എടുത്തു പറഞ്ഞ കാര്യമാണ് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. അവർക്ക് സംസാരം കൊണ്ടും അതുപോലെ പ്രവർത്തനം കൊണ്ടും അതുപോലെ സമ്പത്ത് കൊണ്ടും എന്തെല്ലാം കൊണ്ടാണോ നമുക്ക് സഹായിക്കാൻ സാധിക്കുക അങ്ങനെയെല്ലാം അവർക്ക് പുണ്യം ചെയ്യണം. വറഫഖ ബിമംലൂകിഹി, അവൻ അധികാരപ്പെടുത്തിയിട്ടുള്ള അവന്റെ അടിമകളോട് അല്ലെങ്കിൽ അവന്റെ താഴെയുള്ളവനോട് റിഫ്ഖ് കാണിക്കണം. ഒരിക്കലും ഒരു അടിമയോട് അക്രമം ചെയ്യാൻ ഒരാൾക്ക് അവകാശമില്ല. അവൻ ഭക്ഷിക്കുന്ന പോലെ ഭക്ഷണവും അവൻ ധരിക്കുന്ന പോലെ വസ്ത്രവും അടിമകൾക്കും അവൻ നൽകണം. അതുപോലെ തന്നെ അടിമകൾക്ക് കഴിയാത്തൊരു ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ അവനെ സഹായിക്കണം. അടിമകളോട് റിഫ്ഖ് കാണിക്കണം. യതീമിനെ സംരക്ഷിക്കണം. യതീമിനെ സംരക്ഷിക്കുന്നതും ഞാനും ഈ 2 വരകൾ കാണിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലെയായിരിക്കും സ്വർഗത്തിൽ ഏറ്റവും അടുത്തിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കും. യതീമിനെ സംരക്ഷിക്കൽ മഹത്തായ കാര്യമാണ്. വആന ദഈഫ്, ദുർബലരായിട്ട് ആളുകളെ എങ്ങനെയാണോ സഹായിക്കാൻ സാധിക്കുക അതുപോലെ സഹായിക്കുക. وكان يقول إن الحسد في دين الإسلام أسرع من الآكلة في جسده. അസൂയ എന്നുള്ളത് ഒരുത്തന്റെ ഇസ്ലാമിനെ എന്തെങ്കിലും ശരീരത്തിൽ വല്ലതും കയറിയിട്ട് ശരീരത്തെ നശിപ്പിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നശിപ്പിക്കുന്ന കാര്യമാണ്. അസൂയയുടെ അപകടം അറിയിക്കുക. അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ള ഒരാൾക്കുള്ള കാര്യം അയാളിൽ നിന്ന് നഷ്ടപ്പെടണമെന്നും അതുപോലെ തന്നെ എനിക്ക് കിട്ടണമെന്നല്ല എന്നുള്ള ആഗ്രഹം. ഇനി കിട്ടണമെന്ന് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അയാളിൽ നിന്ന് നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കൽ, അതാണ് അസൂയയുടെ അടിസ്ഥാനം. അസൂയ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്നതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, എല്ലാ മനുഷ്യന്മാർക്കും അസൂയ ഉണ്ടാവും. പക്ഷെ കരീമായിട്ടുള്ള മാന്യനായിട്ടുള്ളവൻ അത് പുറത്ത് കാണിക്കാതെ അത് ഒതുക്കി വെക്കും. അല്ലാത്തവർ അത് പ്രകടമാക്കും. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അസൂയ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ ഒരാളുടെ ഇത് കാണുമ്പോൾ കുറച്ച് കിട്ടണം അല്ലെങ്കിൽ ഒരു ഇതാണോ ഒരു ആഗ്രഹം എല്ലാവരുടെ ഉള്ളിലും ചിലപ്പോൾ ഉണ്ടാകും. പക്ഷെ മാന്യനായിട്ടുള്ള ആളുകൾ അത് അങ്ങനെ തന്നെ ഒഴിവാക്കും. അത് അവർക്ക് ഉണ്ടാവൂല. അവരുടെ ഉള്ളിൽ ഒരു അംശം ഉണ്ടാകുമെങ്കിലും അതവർ പ്രകടിപ്പിക്കാതെ അവരത് ഒഴിവാക്കി അതിൽ നിന്ന് അകന്ന് തന്റെ സഹോദരന് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും എല്ലാം അവൻ അതിനെ ഒഴിവാക്കും. അല്ലാതെ മാന്യനല്ലാത്ത ആളുകൾ അവരെന്ത് ചെയ്യും? അത് പ്രകടിപ്പിക്കുന്ന, അത് വളരെയധികം മോശമായ രീതിയിൽ
അത് മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകളായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അസൂയ എന്നുള്ളത് ഒരുത്തന്റെ ദീനിനെ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ രക്ഷ തേടേണ്ട കാര്യവുമാണ്. وكان يقول روي أن رسول الله صلى الله عليه وسلم يقول العلم علمان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നതാണ്. ഈ അസർ മുർസലായിട്ടുള്ളതാണ്, പിന്നെ സഹീഹായിട്ട് വന്നിട്ടുള്ളതല്ല. പക്ഷെ ഇതിന്റെ ആശയം ശരിയായതാണ്. ഇൽം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഇൽമുൻ ഫിൽ ഖൽബ്, ഖൽബിലുള്ള ഇൽം. ഫദാലികൽ ഇൽമുൻ നാഫിഅ, അതാണ് ഉപകാരപ്രദമായിട്ടുള്ള ഇൽമു എന്ന് പറയുന്നത്. ഒരാളുടെ ഇൽമ് അവന്റെ കൽബിൽ ഇറങ്ങുകയും ആ കൽബ് അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്രദമായ ഇൽമാണ്. വഇൽമുൻ അലൽ ലിസാൻ, നാവ് കൊണ്ട് പറയുന്ന ഇൽമ്, നാവിലുള്ള ഇൽമ്. ഫദാലിക ഹുജ്ജത്തുല്ലാഹി അല ഇബ്നി ആദം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരടിമക്കെതിരായിട്ടുള്ള ഹുജ്ജത്തായിരിക്കും. മുൻഗാമികളും മറ്റു പലരും ഉലമാക്കൾ കിതാബിൽ ഉദ്ധരിക്കാറുള്ള ഒരു ഖൗലാണ് ഇൽമി ഈ രണ്ട് രീതിയിലുണ്ട്, ഇൽമുൽ ലിസാൻ, ഇൽമുൽ ഖൽബ് എന്നുള്ളത്. ഇൽമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഒരു ഇൽമ് ലഭിക്കുമ്പോൾ അത് നമ്മുടെ ഖൽബിൽ ഉൾക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ, അത് എന്നിട്ട് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ. ഇൽമുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് മാത്രം, നാവ് കൊണ്ട് പറയുമ്പോൾ വളരെ ഇൽമുള്ള ആളായിട്ടാവും പറയാ, പക്ഷെ അവന്റെ ജീവിതത്തിൽ അതൊന്നും ഉണ്ടാവില്ല, അവനതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, അവനതൊന്നും ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ പറയുന്ന ഇൽമ് നാളെ പരലോകത്ത് അവനെതിരായി ഹുജ്ജത്തായി നിൽക്കുന്ന കാര്യമായിരിക്കും. ഖൽബിൽ ഉൾക്കൊണ്ടിട്ടുള്ള ജീവിതത്തിൽ അമലാക്കുന്ന ഇൽമ്, അതാണ് ഇൽമുൻ നാഫിഅ എന്ന് അദ്ദേഹം പറയുകയാണ്. വകാന യഖൂൽ അൽ മുഅ്മിനുൽ കയ്യിസു അൽ ഫത്തിനു, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനാണ്, അവന് ബുദ്ധിയുള്ളവനാണ്. അല്ലദീ കുല്ലമാ സാദഹു അല്ലാഹു ഇഹ്സാനൻ ഇസ്ദാദ മിനല്ലാഹി ഖൗഫൻ, അവൻ എങ്ങനെയാണ് അല്ലാഹു തആലയിൽ നിന്ന് എപ്പോഴെല്ലാം നന്മകൾ വർദ്ധിക്കുന്നുവോ, ഇഹ്സാനുകൾ വർദ്ധിക്കുന്നുവോ, അപ്പോഴെല്ലാം അവന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയം വർദ്ധിക്കുകയും ചെയ്യും. ഇത് വലിയൊരു വിഷയമാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്യുന്നു, നന്മ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബുദ്ധിമാനായ ഒരു മുഅ്മിൻ ഉണ്ടാവും എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വർദ്ധിക്കുക. കാരണം ഇതിനെ കുറിച്ച് നാളെ ഉത്തരം പറയേണ്ടി വരും. അല്ലെങ്കിൽ അല്ലാഹു തആല ഇത് നൽകുന്നത് പരീക്ഷണമായിട്ടാണോ എന്ന് ഭയപ്പെടേണ്ടി വരും. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്ന പോലെ, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണോ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. അദ്ദേഹം ഒരു നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണം അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹം നോമ്പ് തുറന്ന്, നല്ല ഭക്ഷണമാണ്, അദ്ദേഹം ഗവർണറായിരിക്കുന്ന കാലത്ത് നല്ല ഭക്ഷണമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഭക്ഷണം, നല്ല ഭക്ഷണം കൊണ്ടുവന്ന് അത് ഭക്ഷിക്കാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒപ്പമുള്ള ആളുകളോട് പറഞ്ഞു, ഞാൻ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്, മരണസമയത്ത് കഫൻ ചെയ്യാൻ തുണി തികയാതെ തലമറച്ചാൽ കാല് വെളിവാകും, കാല് മറച്ചാൽ തല വെളിവാകും എന്നുള്ള അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം തലമറച്ച് കാലിൽ പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് അദ്ദേഹം കഫൻ ചെയ്തത്. എന്നിട്ട് അത് ഞങ്ങൾ കഫൻ ചെയ്ത്, എന്നിട്ട് അദ്ദേഹം പറയാണ്, നമുക്ക് അല്ലാഹു തആല ദുനിയാവിൽ തന്നെ ഇതെല്ലാം തരികയാണോ, ഇത് നൽകി തീർക്കുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ ഭക്ഷിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടായി. കാരണം എത്രത്തോളം അന്ന് ഗവർണറായിട്ട് ഉന്നതമായ സ്ഥാനത്തെത്തിയിരിക്കണു, അപ്പോഴാണ് അദ്ദേഹം ഈ ഭയപ്പെടുന്നത്. അപ്പൊ അല്ലാഹു തആലയിൽ നിന്ന് നിഅമത്തുകൾ ലഭിക്കുന്ന സഹോദരങ്ങൾ അതിന് ശുക്ർ കാണിക്കണം. അതുപോലെ തന്നെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിന് കണക്ക് പറയണമല്ലോ എന്നുള്ള ഭയവും ഉണ്ടാകണം. അതാണ് ബുദ്ധിമാനായിട്ടുള്ള ഒരു മുഅ്മിന്റെ ലക്ഷണം എന്ന് അദ്ദേഹം പറയാറുണ്ട്. അൽ മുഅ്മിനു അഹ്സനു അമല വ അശദ്ദുഹു മിനല്ലാഹി ഖൗഫ. എന്നിട്ട് അദ്ദേഹം പറയാണ്, അൽ മുഅ്മിൻ അഹ്സനു അമല, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനായിരിക്കും. വ അശദ്ദുഹു മിനല്ലാഹി ഖൗഫ, അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ ഭയപ്പെടുന്നവനുമായിരിക്കും. സൽക്കർമ്മം ചെയ്തു എന്നുള്ളത് കൊണ്ട് നിർഭയനാകുന്നതാവില്ല, അവൻ ഭയപ്പെടുന്നവനായിരിക്കും. ലൗ അൻഫഖ ഫീ സബീലില്ലാഹി മിൽഅൽ അർളി ദഹബൻ മാ അമില ഹത്താ യുആയിൻ, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഭൂമിയോളം സ്വർണം ചെലവഴിച്ചു കഴിഞ്ഞാലും അതിന്റെ ഒരു റിസൾട്ട് കാണാതെ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നറിയാതെ അവൻ നിർഭയനാവൂല, അവൻ എപ്പോഴും ഭയമായിരിക്കും ഉണ്ടാവുക. വയഖൂലു അബദൻ, അവൻ പറയും, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ലാ അൻജു ലാ അൻജു, ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല, ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല, ഞാൻ വിജയിച്ചിട്ടില്ല. വൽ മുനാഫിഖു യഖൂൽ, എന്നാൽ മുനാഫിഖ് എങ്ങനെയായിരിക്കും? സവാദുൻ നാസി കസീറുൻ, ജനങ്ങൾക്കൊക്കെ ഒരുപാട് പാപങ്ങളുണ്ട്, ജനങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട്. വമാ അസാ ദംബി ഫീ ജുംലത്തി ദുനൂബ്, അവരുടെയൊക്കെ പാപം വെച്ച് നോക്കുമ്പോൾ എന്റെ പാപം ഒന്നുമല്ല, അത് നിസ്സാരമാണ്. ഇന്നല്ലാഹ റഹീമുൻ വസയഗ്ഫിറു ലി, അല്ലാഹു റഹീമാണ്, എനിക്ക് പുറത്തു തന്നോളും. ഒരു മുഅ്മിന്റെയും മുനാഫിഖിന്റെയും വ്യത്യാസം പറയുന്നത് നമ്മൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രശസ്തമായ അസ്ർ കാണാം. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തലക്ക് മുകളിൽ പാറക്കല്ല് വീഴാൻ നിൽക്കുന്ന പോലെയാണ് അവന്റെ നിസ്സാരമായ ഒരു പാപം കാണും, നിസ്സാരമായ ഒരു പാപം കാണും. എന്നാൽ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ അവന്റെ ഏറ്റവും വലിയ പാവാണെങ്കിലും മൂക്കിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ഈച്ചയെ പോലെ നിസ്സാരമായിട്ടായിരിക്കും കാണാം.
സലഫുകൾ പലപ്പോഴും സഹാബാക്കളെ കണ്ടിട്ടുള്ള താബീങ്ങൾ അവർ ശിഷ്യന്മാരെ കണ്ടു പറയുമായിരുന്നു, നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഇന്ന് നിസ്സാരമായി കാണുന്ന തിന്മയെ വരെ വൻപാപമായി കണ്ടിരുന്ന ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അവർ പറയാറുണ്ട്. മുഅ്മിന്റെ അവസ്ഥ എന്താണ്? അവൻ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ ഭയത്തിലായിരിക്കും. അള്ളാഹു ഇത് സ്വീകരിച്ചോ നമുക്കറിയില്ല. അള്ളാഹു സ്വീകരിച്ചോ എന്ന് യാതൊരു ഉറപ്പുമില്ല. നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യം ആലോചിച്ച് നോക്കി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബിയും കൂടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതുപോലെ ഒരു ഭവനം നിർമ്മിച്ച് പറഞ്ഞ വാക്കെന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചോ എന്നറിയില്ല. അപ്പൊ ഒരു മുഅ്മിൻ ആ ഭയപ്പാടിലായിരിക്കും. പക്ഷെ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ അവനൊരു തിന്മ ചെയ്തു വിചാരിക്കുക. ആ തിന്മ ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ചുറ്റുള്ള ആളുകളൊക്കെ നോക്കും, ആളുകൾ കുറെ പാപം ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ കുറെ പാപത്തിൽ മുഴുകുന്നുണ്ട്, അതുകൊണ്ട് ഇന്റെ പാപം നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പിന്നെ അള്ളാഹിന്റെ റഹ്മത്തിലും അള്ളാഹിന്റെ മഗ്ഫിറത്തിലും അമാനി വ്യാമോഹം വെച്ചിട്ട് അവൻ ജീവിക്കും. അള്ളാഹു പുറത്തായിരുന്നു, അള്ളാഹു നിസ്സാരമാ, ഇതൊക്കെ വിട്ടുതരുന്നുള്ള രീതിയിൽ അവൻ തിന്മകളിൽ മുഴുകുകയും ചെയ്യും. നിഫാഖിന്റെ സഹോദരങ്ങളെ നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതാണ്. ഇബ്നു അബി മുലൈക്ക 30ഓളം സഹാബാക്കളെ കണ്ടിട്ട് അദ്ദേഹം പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ 30 സഹാബാക്കളെ കണ്ടിട്ടുണ്ട്, അവരൊക്കെ നിഫാഖിനെ ഭയപ്പെടുന്നതായിട്ട്. അവരെല്ലാം നിഫാഖിനെ ഭയപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ നിഫാഖിനെ കുറിച്ചുള്ള ഭയം നമുക്കില്ല എങ്കിൽ അത് പേടിക്കണം. ഒരു മുഅ്മിൻ മാത്രമാണ് നിഫാഖിനെ കുറിച്ച് ഭയപ്പെടുകയുള്ളൂ. നിഫാഖിനെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ട സഹോദരങ്ങളെ നാം വളരെയധികം ഭയപ്പെടേണ്ട കാര്യമാണ്. ثم يقول الحسن ابن آدم تعمل بالسيئات وتتمنى على الله الأماني. മനുഷ്യ, നീ തിന്മകൾ ചെയ്യുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ മേലെ വ്യാമോഹം വെച്ച് പുലർത്തുകയുമാണോ എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തിന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ വ്യാമോഹം വെച്ച് ജീവിക്കുന്ന അവസ്ഥ. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, മൻ സാഅ ഖുലുഖുഹു അദ്ദബ നഫ്സഹു. ഒരുത്തന്റെ സ്വഭാവം മോശമായി കഴിഞ്ഞാൽ അവൻ സ്വന്തത്തെ ഉപദ്രവിച്ചവനെ പോലെയാണ്. ഒരുത്തന്റെ മോശം സ്വഭാവമാണെങ്കിൽ അവൻ അവന്റെ സ്വന്തത്തെ ശിക്ഷിച്ച ഉപദ്രവിച്ചവനെ പോലെയാണ്. വമൻ കസറ മാലു, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതാണ്. വമൻ കസറ മാലുഹു കസറ ദുനൂബുഹു. ഒരുത്തന്റെ സമ്പത്ത് അധികരിച്ചാൽ അവന്റെ പാപങ്ങളും അധികരിക്കുന്നതാണ്. അതായത് സമ്പത്ത് അധികരിക്കുക എന്നുള്ളത് പാപങ്ങൾ അധികരിക്കാനുള്ള ഒരു കാരണമാണ്. എല്ലാ സമ്പന്നരും പാപങ്ങൾ അധികരിച്ചവരാണ് എന്നല്ല അർത്ഥം. സമ്പത്ത് അധികരിക്കുന്നത് മുഖേന പല രീതിയിലുള്ള പാപങ്ങളും അധികരിക്കാൻ സാധ്യതയുണ്ട്. കാരണം സമ്പത്തുള്ളവൻ മറ്റുള്ളവരെ ദുൽമ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അവൻ ആ സമ്പത്ത് നേടുന്നതിൽ അല്ലെങ്കിൽ സമ്പത്തിന് സക്കാത്ത് കൊടുക്കുന്നതിൽ അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളിലും തിന്മകൾ വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ അള്ളാഹു നന്ദി കാണിക്കുന്ന സമ്പന്നരെ അല്ല ഇവിടെ ഉദ്ദേശം. ഇതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായി പോകുമ്പോൾ അത് തിന്മക്കുള്ള പാപങ്ങൾക്കുള്ള കാരണം കൂടും. അതുപോലുള്ള കാരണങ്ങൾ ഒരു ദരിദ്രനുണ്ടാവുകയില്ല. വമൻ കസുറ കലാമുഹു കസുറ സഖതുഹു. ആരാണോ സംസാരം വർദ്ധിപ്പിക്കുന്നത് അവൻ തെറ്റിപ്പോകാനും അവന്റെ മേലെ മറ്റുള്ളവരെ അധികാരപ്പെടുത്താനും കൂടുതൽ സാധ്യത കൂടുതലാണ്. അവൻ വീണു പോകാൻ സാധ്യത കൂടുതലാണ്. സംസാരം കൂടുതൽ സംസാരിച്ചാൽ കൂടുതൽ അബദ്ധങ്ങൾ വരും, കൂടുതൽ തെറ്റുകൾ സംസാരിക്കുന്ന അവസ്ഥയിൽ വരും. അപ്പൊ അതുകൊണ്ട് അത് അതിന്റെ അപകടം പറയാം. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ലൗലാ അൽ ഇൽമു കാന അന്നാസു കൽ ബഹായിം. അദ്ദേഹം പറയാണ്, ഇൽമില്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ കന്നുകാലികളെ മൃഗങ്ങളെ ആകുമായിരുന്നു. ഇൽമ് ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാനുള്ള, ശരിയും തെറ്റും വേർതിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇൽമ്. ഇൽമില്ല എങ്കിൽ കന്നുകാലികളെ പോലെയാണ്. ചെവി ഉണ്ടായിട്ട് കേൾക്കാത്ത, കണ്ണുണ്ടായി കാണാത്ത ഒരു അവസ്ഥയിൽ കന്നുകാലികളെ പോലെ അവസ്ഥയായിരിക്കും ഇൽമില്ല എങ്കിൽ. സഹോദരങ്ങളെ, ഇൽമ് എന്ന് പറഞ്ഞാൽ ഖൽബിന്റെ ഹയാത്താണ്, ഖൽബിനുള്ള ജീവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ഇൽമ് നമുക്ക് കൂടുതൽ നന്മയിൽ മുന്നേറാൻ സാധിക്കും. അതുകൊണ്ട് ഇൽമില്ലാത്തവർ കന്നുകാലികളെ പോലെ മൃഗങ്ങളെ പോലെ ജീവിക്കാൻ നമ്മൾ കാണേണ്ടി വരും. നമ്മൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിനെ കുറിച്ചോ അവന്റെ റസൂലിനെ കുറിച്ചോ ദീനിനെ കുറിച്ചോ അറിയാത്ത ആളുകൾ അവരുടെ ജീവിതം എത്രത്തോളം മ്ലേച്ഛമായ തരത്തിലാണ്. കന്നുകാലികൾ പോലും ലജ്ജിച്ചു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല അവർ പറയുന്നത്. അപ്പൊ ഇൽമ് എന്ന് പറയുന്നത് അതില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ കന്നുകാലികളെ പോലെ ആകുമായിരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ട്. റളിയ അൻഹു അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന യഖൂൽ. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ന മിമ്മാ യുസ്ഫി ലക വുദ്ദ അഖീക അൻ തബ്ദഅഹു ബിസ്സലാം ഇദാ ലഖീതഹു.
നിന്റെ സഹോദരന്റെ സ്നേഹം അല്ലെങ്കിൽ സഹോദരനെ നീ പരിഗണിക്കുന്നു, അവനെ നീ സ്നേഹിക്കുന്നു എന്നതിനും സഹോദരന്റെ സ്നേഹം നിനക്ക് ലഭിക്കാനും ഉപകരിക്കുന്ന കാര്യമായിട്ട് അദ്ദേഹം പറയാണ് അൻതബ്ദഅഹു ബിസ്സലാം ഇദാ ലഖീതഹു. നീ അവനെ കണ്ടുമുട്ടുമ്പോൾ നീ സലാം കൊണ്ട് ആരംഭിക്കുക, നീ സലാം പറയുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ള കാര്യമാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ, സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സ്വഹാബാക്കൾ അതേ പറഞ്ഞു, റസൂലുള്ളാഹി അഫ്ശുസ്സലാം ബൈനക്കും, നിങ്ങൾ പരസ്പരം എന്ത് പറയുക? സലാം പറയുക, സലാം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ തന്റെ കൂട്ടുകാരനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും അവന്റെ കൽബിൽ നമ്മോടുള്ള സ്നേഹം വർദ്ധിക്കാനുമുള്ള ഒരു കാരണം അവനെ കാണുമ്പോൾ സലാം കൊണ്ട് ആരംഭിക്കുക എന്നതാണ്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവന് ഏറ്റവും താല്പര്യമുള്ള, അവന് സന്തോഷം നൽകുന്ന പേരുകൾ കൊണ്ട് അവനെ വിളിക്കുക. ഒരാൾക്ക് ചിലപ്പോ ഏറ്റവും ഇഷ്ടമുള്ള ചില പേരുകൾ ഉണ്ടാവും, അവനെ ആ പേരിൽ അവനെ വിളിക്കുക, അവനെ അഭിസംബോധന ചെയ്യുക. ഒരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ നിന്റെ സഹോദരന് വേണ്ടി ആ സദസ്സിൽ ഒന്ന് വിശാലമാക്കി കൊടുക്കുക, അവന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തി കൊടുത്ത് സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക. ഈ മൂന്നും നമുക്കറിയാം ഇത് ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ സലഫുകളുടെ അസറുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെയും ഹദീസിന്റെയും അതുപോലെ തന്നെ അതിന്റെ ഫഹ്മു മനസ്സിലാക്കിയിട്ടുള്ള കൗലുകളാണ്. അപ്പോൾ സലാം കൊണ്ട് ആരംഭിക്കൽ ഹദീസിൽ വന്നിട്ടുണ്ട്, അതുപോലെ ഏറ്റവും നല്ല പേര് വിളിക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, മോശപ്പെട്ട പേരുകൾ വിളിക്കരുത് എന്ന്. അതുപോലെ മജ്ലിസിൽ, സദസ്സിൽ സ്ഥലം വിശാലമാക്കി കൊടുക്കുക എന്നുള്ളത് ഖുർആനിന്റെ ആയത്തുകളിൽ തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. ثم يقول الحسن لقد علمكم السلف الصالح الأدب ومكارم الأخلاق فتعلموا رحمكم الله. അദ്ദേഹം പറയാണ് ലഖദ് അല്ലമകുമുസ് സലഫുസ് സാലിഹ്, മുൻഗാമികളായിട്ടുള്ള സലഫുസ് സാലിഹീങ്ങൾ അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അൽ അദബ വമകാരിം അൽ അഖ്ലാഖ്, അദബ്, നല്ല മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഏറ്റവും ഉന്നതമായ ഉത്തമമായ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫതഅല്ലമു, നിങ്ങൾ അത് പഠിക്കുക, ആ സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ പഠിക്കുക. റഹിമക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ. സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടുള്ള കാര്യമാണ് സലഫുകളുടെ സ്വഭാവങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അത് പകർത്താൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നത്. അവർ നല്ല മനോഹരമായ മാതൃക അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അവര് ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമകളായിരുന്നു. അവർ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പഠിക്കുക എന്നുള്ളതും ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതുകൊണ്ട് സലഫുകളുടെ സ്വഭാവം പഠിക്കുകയും പകർത്തുകയും ചെയ്യുക. فكان يقول, അദ്ദേഹം പറയാറുണ്ട്, ما بالنا يلقى احدنا اخاه فيحفي السؤال عنه. നമ്മുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം പറയാണ്, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ നമ്മുടെ ഒരു സഹോദരനെ കണ്ടിട്ട് അവന് വേണ്ടിയിട്ട് ഒന്നും ചോദിക്കുന്നില്ല, അഥവാ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല. വയദുഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. വയഖൂൽ, നമ്മൾ പറയുന്നില്ല ഗഫറല്ലാഹു ലനാ വലക്, നമുക്കും നിനക്കും അള്ളാഹു പുറത്തു നൽകട്ടെ. വദ്ഖൽനാ ജന്നതഹു, നമ്മളെ അള്ളാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ഫൈദാ കാന ദീനാർ വദിർഹം ഫഹൈഹാത, ദീനാറിന്റെ ദിർഹമിന്റെ വിഷയമാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സഹോദരന്മാർ പരസ്പരം കാണുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ പാവം പൊറുക്കട്ടെ, അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് പറയുന്നില്ല. വൈഹകും മാ ഹകദാ കാന സലഫുകുമുസ് സാലിഹ്, എന്നാ സഹോദരങ്ങളെ, നിങ്ങളുടെ മുൻഗാമികൾ അവരിങ്ങനെയായിരുന്നു. പരസ്പരം കണ്ട അവർ പ്രാർത്ഥിക്കും, അള്ളാഹു തആല റഹ്മത്ത് ചൊരിയട്ടെ, അള്ളാഹു പാപങ്ങൾ പൊറുക്കട്ടെ, അള്ളാഹു തആല നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് പരസ്പരം പറയാറുണ്ട്. ഫഅലാമ തറക്തുമുൽ ഖിദ്ദ, അവരുടെ മാതൃക പിൻപറ്റുന്നത് നിങ്ങൾ എന്തിനാണ് ഒഴിവാക്കിയിട്ടുള്ളത്? എന്തിനാണ് നിങ്ങൾ അത് ഒഴിവാക്കിയിട്ടുള്ളത്? വഖദ് ഉമിർതും ബിഹി, അത് പിൻപറ്റാനല്ലേ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. സലഫുകളുടെ സ്വഭാവങ്ങളിൽ മഹത്തായ ഒരു ഗുണമായിരുന്നു, അവർ പരസ്പരം കാണുമ്പോൾ പരസ്പരം പ്രാർത്ഥിക്കും. ഇന്ന് അറബികളിൽ നമുക്ക് കുറെ അത് കാണാൻ സാധിക്കും. അറബികളിൽ പരസ്പരം അവർ കാണുമ്പോൾ കുറെ നേരത്തിന് പ്രാർത്ഥന തന്നെ ആയിരിക്കും. അവർക്ക് കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നല്ല ജീവിതത്തിനും പരലോകത്തിനും അതുപോലെ ഓരോ പാപങ്ങൾ പൊറുക്കാനും ഒക്കെ കുറെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മളത് വളരെയധികം ഇന്ന് വിരളമായിട്ടുണ്ട്. മുൻഗാമികളെ പറ്റി പറയാണ്, മുൻഗാമികൾ എന്തായിരുന്നു? പരസ്പരം കാണുമ്പോൾ പരസ്പരം നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ, നമ്മുടെ കാര്യങ്ങൾ എളുപ്പാക്കി തരട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കുകൾ നമ്മൾ ഗൗരവത്തിൽ എടുക്കണതാ. വൈഹകും മാ ഹകദാ കാന സലഫുകുമുസ് സാലിഹ്, നിങ്ങളുടെ സലഫുസ് സാലിഹ്കളെ അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ അവർ പ്രാർത്ഥിക്കാതിരിക്കുന്ന ആളുകളായിരുന്നില്ല. ഫഅലാമ തറക്തുമുൽ ഇഖ്തിദാ, അവരുടെ മാതൃക പിൻപറ്റുന്നത് നിങ്ങൾ എന്തിനാണ് ഒഴിവാക്കുന്നത്? വഖദ് ഉമിർതും ബിഹി,
അത് പിൻപറ്റണമെന്നല്ലേ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സൽഫുകളുടെ ഓരോ സുന്നത്തുകൾ അഥവാ അവർ ജീവിതത്തിൽ പകർത്തിയിരുന്ന നല്ല സ്വഭാവങ്ങൾ, ശീലങ്ങൾ അത് നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണം. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, മാ ബാലുന, നമ്മുടെ അവസ്ഥ എന്താണ്? നതഖാറബു ഫിൽ ആഫിയ, ആഫിയത്ത് ഉണ്ടാകുമ്പോ, നല്ല അവസ്ഥ ഉണ്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? പരസ്പരം അടുക്കുന്നു, ഒരുമിച്ചുണ്ടാവുന്നു. ഫഇദാ നസലൽ ബലാഉ തബായന്ന, എന്തെങ്കിലും ബലാ ബാധിച്ചാലോ നമ്മൾ വിട്ടുനിൽക്കുന്നു. അതായത് ഒരാൾക്ക് എന്തെങ്കിലും നല്ല അവസ്ഥയുണ്ട്, അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇനി അവനെന്തെങ്കിലും ബലാവ് ബാധിച്ചാലോ അവന്റെ കാര്യം ഒന്ന് വിട്ടിട്ട് നമ്മൾ വേറെ വേറെ ആയിട്ട് പോകുന്നു. ആഫിയത്തിൽ ഒരുമിക്കുന്നത് പോലെ, നല്ല അനുഗ്രഹത്തിൽ ഒരുമിക്കുന്നത് പോലെ ബലായിൽ ഒരുമിക്കുന്നില്ലല്ലോ. നമ്മൾ ആലോചിച്ചാൽ ഇപ്പൊ ഒരാൾ നല്ല സമ്പത്തുണ്ട്, അയാൾ നല്ല ചെലവഴിക്കുന്നുണ്ട്, നമ്മളൊക്കെ അയാളൊപ്പം കൂടെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരാൾക്ക് ദാരിദ്ര്യം ബാധിച്ചു വിചാരിക്കുക, പക്ഷെ നമ്മൾ എന്താവുന്നു? അയാൾ വേർതിരിഞ്ഞു പോകുന്നു, നമ്മൾ വേർതിരിഞ്ഞു പോകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് പറയാണ്, മാഹാ കദാ കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ആയിരുന്നില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ. അവരിങ്ങനെയല്ലായിരുന്നു. ആഫിയത്തുള്ളപ്പോൾ ഒരുമിക്കുകയും ബലാ വരുമ്പോ വിട്ടുപിരിയുന്ന ആളുകളും ആയിരുന്നില്ല അവർ. നഊദു ബില്ലാഹി മിൻ ഖിലാഫി അലൈഹിം, അവരോട് എതിരാകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതാണ് സഹോദരങ്ങളെ, സഹാബാക്കളുടെ ഗുണം. നമുക്കറിയാം, മരണസമയത്ത്, മരണം കൺമുന്നിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരാൾ വെള്ളം ചോദിക്കുമ്പോ, നമുക്ക് ചരിത്രങ്ങളിൽ കാണാം, ഒരു 5 ആള് കിടക്കുന്നുണ്ടെങ്കിൽ ഒരാൾ വെള്ളം ചോദിക്കും. അയാളുടെ കയ്യിൽ വെള്ളം കൊടുക്കുമ്പോഴാണ് അപ്പുറത്തുള്ള മറ്റൊരു സഹാബി വെള്ളം വേണമെന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് വേണ്ട, അങ്ങോട്ട് കൊടുക്കാൻ പറയും, അവിടെ അപ്പുറത്ത് കൊടുക്കാൻ പറയും, അപ്പുറത്ത് കൊടുക്കാൻ പറയും. അങ്ങനെ തിരിച്ച് ആദ്യം ചോദിച്ച ആളുടെ അടുക്കൽ തന്നെ തിരിച്ചു വരുന്ന അവസ്ഥ. എന്നിട്ട് ഒരാൾ പോലും വെള്ളം കുടിക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ അവർ സഹോദരന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ മുൻഗണന കൊടുക്കുമായിരുന്നു. അവർ പരസ്പരം ആ രീതിയിൽ സഹായിക്കുമായിരുന്നു. തങ്ങളുടെ ദാരിദ്ര്യ കഷ്ടപ്പാടും ഉണ്ടായിരിക്കെ തന്നെ മറ്റുള്ളവർക്കും അവർ ഉപകാരങ്ങൾ ചെയ്യുമായിരുന്നു. അദ്ദേഹം പറയാണ്, ഇങ്ങനെയല്ല, നമ്മൾ ഇന്നുള്ള അവസ്ഥയിലല്ല സ്വഹാബാക്കൾ ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം. ഇത് ഏത് കാലത്താണ് പറയണത്? അദ്ദേഹം സ്വഹാബാക്കൾ ജീവിച്ച കാലത്ത് തന്നെ ജനിച്ച വ്യക്തിയാണ്. അവസാന കാലത്തിലാണ് സ്വഹാബാക്കളെല്ലാം മരണപ്പെട്ടു പോകുന്നത്. ആ ഉത്തമരായിട്ടുള്ള ഏറ്റവും അടുത്ത തലമുറയിൽ തന്നെ സ്വഹാബാക്കളുടെ സ്വഭാവ ഗുണങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളാണിത്. നമ്മൾ എത്ര ഗൗരവത്തിലായിരിക്കണം ഇതെല്ലാം ചിന്തിക്കേണ്ടത്. وسمع رجلا يكثر الكلام فقال يا ابن اخي امسك عليك لسانك, അദ്ദേഹം ഒരിക്കൽ ഒരു വ്യക്തി ധാരാളമായിട്ട് സംസാരിക്കുന്നത് കണ്ടു, അനാവശ്യമായിട്ട് ധാരാളമായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സഹോദര, അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ പിടിച്ചു നിർത്ത്, അനാവശ്യമായിട്ട് സംസാരിക്കല്ലേ, സംസാരം അധികരിപ്പിക്കല്ലേ. ഫഖദ് ഖീല, അദ്ദേഹം പറയപ്പെടാറുണ്ട്, മാ ശൈഉൻ അഹഖ ബിസിജ്നിൻ ബില്ലിസാനിൻ, നാവിനേക്കാൾ ബന്ധിതനാക്കാൻ യോഗ്യമായ മറ്റൊന്നുമില്ല. നാവാണ് ഏറ്റവും തടവിലാക്കേണ്ട സാധനം. അനാവശ്യമായിട്ട് സംസാരിക്കാതെ ഏറ്റവും തടവിലാക്കേണ്ട സാധനം നാവാണ് എന്ന് പറയപ്പെടാറുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വഹൽ യകുബ്ബു الناس على مناخرهم في النار الى حصائد السنتهم, ജനങ്ങൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴാൻ നാവല്ലാതെ പിന്നെന്താണ് കാരണം? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിന്റെ അവസാന വാക്കാണ്. എന്താണ് കാരണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വകാന യഖൂൽ, അതുപോലെ അദ്ദേഹം പറയാറുണ്ട്, ലിസാനുൽ ആരിഫി മിൻ വറാഇ ഖൽബിഹി, അറിവുള്ളവന്റെ, ബുദ്ധിയുള്ളവന്റെ, ഇൽമുള്ളവന്റെ നാവ് എന്ന് പറഞ്ഞാൽ അവന്റെ ഖൽബിന്റെ പിന്നിലായിരിക്കും. ഫഇദാ അറാദ അൻ യതകല്ലമ, അവൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ തഫക്കറ, അവൻ ആലോചിക്കും. വഇൻ കാനൽ കലാമു ലഹു, ആ സംസാരം കൊണ്ട് അവനൊരു ഉപകാരമുണ്ട് എങ്കിൽ തകല്ലമ ബിഹി, അവൻ സംസാരിക്കും. വഇൻ കാന അലൈഹി, അവനത് ദോഷമാണ്, അവനെതിരായിട്ടാണ് അത് വരിക എങ്കിൽ സകത, അവൻ മിണ്ടാതിരിക്കും. വഖൽബുൽ ജാഹിൽ, ജാഹിലിന്റെ ഖൽബോ വറാ ലിസാനിഹി, അവന്റെ നാവിന്റെ പിന്നിലായിരിക്കും. കുല്ലമാ ഹമ്മ ബികലാമിൻ തകല്ലമ ബിഹി, അവൻ എപ്പോ സംസാരിക്കണം തോന്നുവോ അപ്പോഴേക്ക് എന്ത് ചെയ്യും? സംസാരിക്കും. അവൻ ആലോചിക്കൂല, ഇതെനിക്ക് നന്മയാണോ, ഇതെനിക്ക് ദോഷമാണോ, ഇതുകൊണ്ട് ഗുണമാണോ, ഒന്നും ആലോചിക്കാതെ അവൻ തോന്നിയതുപോലെ സംസാരിക്കുന്നവനായിരിക്കുമെന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാറുണ്ട്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, റുവിയ അന്ന മുനാദിയൻ യുനാദി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് യൗമൽ ഖിയാമയിൽ ഒരാൾ വിളിച്ചു പറയും, ലിയഖും മൻ കാന ലഹു അജ്റുൻ അലല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന് പ്രതിഫലം ലഭിക്കേണ്ട ആളുകൾ എഴുന്നേൽക്കാൻ പറയും. ഫലാ യഖൂം ഇല്ലാ റജുലുൻ ഖളാ ലി അഖീഹി ഹാജതൻ, അതായത് അള്ളാഹു തിരിച്ചു നൽകേണ്ട എന്തെങ്കിലും കാര്യമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേൽക്കാൻ പറയുമ്പോ ഒരാൾ എഴുന്നേൽക്കും. ആ വ്യക്തി ആരാണ്? തന്റെ സഹോദരന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്തവനായിരിക്കും. തന്റെ മുസ്ലിമായ ഒരു സഹോദരന്റെ ആവശ്യം പൂർത്തീകരിച്ചവൻ എഴുന്നേൽക്കും. ഔ അഫാലഹു മിൻ മദ്ലമത്തിൻ, അല്ലെങ്കിൽ അവന് ബാധിച്ച ഏതെങ്കിലും ഒരു
പിന്നെ ദുൽമിൽ നിന്ന് അല്ലെങ്കിൽ അക്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ അവനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറത്തു കൊടുത്തവനായിരിക്കും. ഇപ്പൊ ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഉപദ്രവം ചെയ്ത ഒരു മുസ്ലിമായ സഹോദരൻ അത് പുറത്തു കൊടുക്കുക. ഔ അസ്ദാ ഇലൈഹി നിഅമതൻ, അല്ലെങ്കിൽ എന്തെങ്കിലും നിഅമത്ത് അവന് നൽകിയവനായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തന്റെ സഹോദരന് ഉപകാരം ചെയ്തവൻ, അവൻ അല്ലാഹു തആല നാളെ പ്രത്യേകമായ പ്രതിഫലം നൽകും. ഇതും ഏത് ഇതിലാണ്? മുസ്ലിമായ സഹോദരനെ സഹായിക്കുന്നതിന്റെ മഹത്വത്തിൽ പെടുന്ന കാര്യമാണ്. وكان يقول العاقل لا يشتري عداوة رجل واحد بمودة ألف رجل. ബുദ്ധിയുള്ള ഒരുത്തൻ 1000 ആളുകളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരാളോട് ശത്രുത വെച്ച് പുലർത്തൂല. ഒരാളുടെ ശത്രുത അവൻ നേടൂല, അവൻ വാങ്ങൂല. അതായത് 1000 ആൾക്കാരെ നമ്മൾ സ്നേഹിക്കാണ്ടെങ്കിലും ഒരാൾ നമ്മളോട് ശത്രുവായിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ വലിയ ദോഷമാണ്. ആ ശത്രുവിന്റെ ഉപദ്രവങ്ങൾ പലതരത്തിലുണ്ടാവും. അവന്റെ അസൂയ ഉണ്ടാകാം, അവനിൽ നിന്നുള്ള കണ്ണേറുണ്ടാകാം, അവനിൽ നിന്നുള്ള മറ്റു പല ഉപദ്രവങ്ങൾ ഉണ്ടാകാം. അപ്പൊ ബുദ്ധിയുള്ള ഒരുത്തൻ 1000 ആളുകളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരാളുടെ ശത്രുത അവൻ വെച്ച് പുലർത്തില്ല. കാരണം ഇത് ദീനിന്റെ ഒരു കായികയാണ്. ഇപ്പൊ മസ്ലഹത്തും മഫ്സദത്തും വന്നു കഴിഞ്ഞാൽ മഫ്സദത്താണ് നിൽക്കുന്നെങ്കിൽ, മഫ്സദത്ത് മസ്ലഹത്ത് ഒരുപോലെ ഉണ്ടെങ്കിൽ എന്ത് ഒഴിവാക്കണം? പിന്നെ മസ്ലഹത്ത് ഒഴിവാക്കിയിട്ടാണെങ്കിലും മഫ്സദത്തിനെ തടയണം. അതായത് തിന്മയും നന്മയും ഒരുമിച്ച് വന്നാൽ തിന്മയെ തടയുക എന്നുള്ളതാണ് പ്രധാനം. അതാണ് ഏറ്റവും അടിസ്ഥാനം. തിന്മയെ തടയുക, എന്നിട്ടാണ് ജൽബുൽ മസാലിഹ് ഉള്ളത്, മസ്ലഹത്ത് കൊണ്ടുവരേണ്ടത്. ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കണം. അപ്പോ ഒരാളുടെ പകയോ വിദ്വേഷമോ വെച്ച് പുലർത്തുക എന്നുള്ളത് ഇതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. ഇന്നഹു ഇൻ ഫഅല ദാലിക ഖാസിറ വലം യർബഹ്. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവന് നഷ്ടം ഉണ്ടാവാൻ പോകുന്നത്, അവന് നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. ഒരാളുടെ വിദ്വേഷം ഒഴിവാക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. وكان يقول عز الشريف أدبه وتقواه حسبه. ഒരുത്തന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യം അവന്റെ അദബുകളാണ്, അതുപോലെ അവന്റെ തഖ്വ എന്നുള്ളത് അവന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ചരക്കാണ്. നേരത്തെ പറഞ്ഞ അതേ ആശയം. وكان يقول من رمى أخاه بذنب قد تاب إلى الله عز وجل منه لم يمت حتى يبتلى بمثل ذلك الذنب. നമ്മൾ വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു ഖൗലാണ്. മൻ റമാ അഖാഹു ബിദംബിൻ ഖദ് താബ ഇലല്ലാഹ്. ഒരുത്തൻ അവന്റെ സഹോദരൻ തൗബ ചെയ്ത് മടങ്ങിയ ഒരു പാപത്തെ കുറിച്ച് അവനെ ആക്ഷേപിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവനെ ആരോപിക്കുകയാണ്, അതിന്റെ പേരിൽ അവനെ ഇകഴ്ത്തുകയാണ്. അങ്ങനെ ചെയ്താൽ ലം യമുത് ഹത്താ യുബ്തല ബിമിസ്ലി ദാലിക ദംബ്. ഏത് പാപമാണ് അവൻ തൗബ ചെയ്ത് മടങ്ങിയത്, അതുകൊണ്ട് പരീക്ഷിക്കപ്പെടാതെ ഇവ മരിക്കയില്ല. ഇത് മുൻഗാമികൾ അൽ ജസാഉ മിൻ ജിൻസിൽ അമലിലും ഒരുപാട് ചരിത്രങ്ങൾ കൊടുത്തിട്ടും അറിയപ്പെട്ടൊരു കാര്യമാണ്. തന്റെ ഒരു സഹോദരൻ, ഒരു മുസ്ലിമിന് തിന്മ ചെയ്യുക അല്ലെങ്കിൽ പാപത്തിൽ അകപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ടായേക്കാം, അതുണ്ടാവില്ല എന്ന് പറയുന്നില്ല. അങ്ങനെ അവൻ തൗബ ചെയ്ത് ആത്മാർത്ഥമായി ഇഖ്ലാസോടു കൂടി തൗബ ചെയ്യുകയും അത് പ്രകടമായി മനസ്സിലാവുകയും ചെയ്തതിനു ശേഷം അവനെ കുറിച്ച് അവൻ തൗബ ചെയ്ത പാപത്തിനെ പറഞ്ഞുകൊണ്ട് അവന്റെ മേലെ ആരോപിച്ചാൽ, അവനെ കളിയാക്കിയാൽ, അല്ലെങ്കിൽ അത് പറഞ്ഞു നടന്നാൽ, ഏതെങ്കിലും തരത്തിൽ അത് ചെയ്താൽ അവൻ ഏത് പാപത്തിൽ നിന്നാണോ തൗബ ചെയ്ത് മടങ്ങിയത് അതുകൊണ്ട് പരീക്ഷിക്കപ്പെടാതെ ഈ പറഞ്ഞവൻ മരണപ്പെടുകയില്ല എന്ന് അറിയപ്പെട്ടൊരു കാര്യമാണ്. ഒരുപാട് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള, പല ചരിത്രങ്ങളും കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ സുന്നത്തായ അൽ ജസാഉ മിൻ ജിൻസിൽ അമലിൽ പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ പാപങ്ങൾ പറയുന്നിടത്ത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം, ഗൗരവത്തിൽ സൂക്ഷിക്കണം. കാരണം അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അത് പറഞ്ഞാലുള്ള അപകടം നമ്മളതുപോലെ പരീക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. തീർച്ചയായും അല്ലാഹു തആല അതിന് ഖാദിറാണ്. അപ്പൊ ഒരു മുസ്ലിമായ സഹോദരൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുള്ള ഒരു തിന്മ ചിലപ്പോൾ അവന്റെ അപകടം പറയാൻ വേണ്ടി അറിയിക്കേണ്ടി വരും. അതായത് അവനെ കൊണ്ടുള്ള ഷർറ് മനസ്സിലാക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ചിലപ്പോൾ അറിയിക്കേണ്ടി വരും. പക്ഷേ അതല്ലാത്ത രീതിയിൽ അതിനെ അറിയിക്കുക, അത് പരസ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അതുകൊണ്ട് പിന്നെയും അവനെ ആക്ഷേപിക്കുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്തൊരു മജ്ലിസിൽ നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് അമലായി കൊണ്ടു നടക്കാനും തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.